ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മഞ്ഞിൽ വിരിഞ്ഞ പൂവിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ ക്യാപ്റ്റൻ വന്ന് മല്ലികാമ്മയെ കൈയോടെ പൊക്കി ചോദിക്കുന്നുണ്ട്, നീ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നിനക്ക് എത്ര രൂപ കിട്ടും? ഈ ജോലി ചെയ്യാനായിട്ട് നിനക്ക് എങ്ങനെ തോന്നി എന്നൊക്കെ പറയുന്നു. നിനക്കുള്ളത് ഞാൻ വീട്ടിൽ വന്നിട്ട് തരാമെന്നും പറഞ്ഞ് ക്യാപ്റ്റൻ അങ്ങ് പോവുക കേട്ടോ ചെയ്യുന്നത്. പിന്നീട് ചിത്തിര മല്ലികാമ്മയൊക്കെ ചോദിക്കുന്നുണ്ട്, അച്ഛമ്മ വേണ്ടായിരുന്നു, ഈ ജോലി എന്തായാലും അച്ഛമ്മ ചെയ്യണ്ടായിരുന്നു. അയ്യോ, 10,000 രൂപ ഞാൻ കൊണ്ട് തന്നില്ലേ, അതെവിടുന്ന് കിട്ടിയെന്ന് അവിട്ടാശ്ശേരി അരവിന്ദൻ്റെ അടുക്ക ചെന്നപ്പോഴത്തേക്കുവേ ഈ ബോർഡും പിടിച്ച് ഇങ്ങനെ ഇവിടെ നിൽക്കാൻ പറഞ്ഞു. അങ്ങനെയാണെങ്കിലേ 10,000 രൂപ തരാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ സംഘടിപ്പിച്ചതാണ് ആ കാശെന്ന് പറയുന്നു. എന്നാലും എനിക്ക് വേണ്ടി അച്ഛമ്മ നാണം കെട്ടില്ലേ എന്ന് പറയാട്ടോ ചെയ്യുന്നത്. അതൊന്നും ഓർത്ത് നീ വിഷമിക്കേണ്ട, നീ ഇവിടെ നിന്ന് ഓരോന്ന് സംസാരിച്ചാലുണ്ടല്ലോ പിന്നെ ആ ക്യാപ്റ്റൻ അതെല്ലാം കാണും, എല്ലാം ദൈവം കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. ഇങ്ങനെ ഒരു പരീക്ഷണവും കൂടെ ഉണ്ടായിരുന്നു കാണും. നിങ്ങളിവിടെ വരുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല, പിടിക്കപ്പെടത്തില്ലായിരുന്നു. പക്ഷെ നിങ്ങൾ ഈ വഴി വന്നതുകൊണ്ടാണ് ഇത് സംഭവിച്ചതെന്ന് മല്ലികാമ്മ പറയുന്നു. നീ എന്തായാലും അങ്ങോട്ട് ചെല്ല്, ഇല്ലാന്നുണ്ടെങ്കിൽ അവർക്ക് സംശയം തോന്നുമെന്ന് മല്ലികാമ്മ പറയട്ടോ ചെയ്യുന്നത്. അങ്ങനെ ചിത്തിര തിരിച്ച് ക്യാപ്റ്റൻ്റെയും ശംഖുവിൻ്റെയും അടുക്കലേക്ക് പോകുമ്പോൾ ക്യാപ്റ്റൻ ചോദിക്കുന്നുണ്ട്, നീ എന്താ അവരോട് സംസാരിച്ചുകൊണ്ടിരുന്നത്, കുറച്ചു നേരം ആയല്ലോ എന്നിങ്ങനെ ചോദിക്കുന്നു. നമ്മുടെ വീട്ടിൽ കഴിയുമ്പോൾ പാലിക്കേണ്ട ഡിഗ്നിറ്റിയെ പറ്റി ഞാൻ അവരെ പറഞ്ഞ് മനസ്സിലാക്കുമായിരുന്നു എന്ന് ചിത്തിര പറയുന്നു. വെരി ഗുഡ്, എന്തായാലും എൻ്റെ കൂടെ താമസിക്കാൻ തുടങ്ങിയതിന് ശേഷം നിനക്ക് വലിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഇവക്കുള്ളത് ഇവൾ തിരിച്ച് വന്നതിന് ശേഷം ഞാൻ കൊടുത്തോളാം അവളുടെ ഒരു ജോലി. അപ്പോൾ മല്ലികാമ്മ ഇങ്ങനെ ഒളിഞ്ഞു നോക്കുക കേട്ടോ ചെയ്യുന്നത്, ഇവർ പോയോന്ന്. അങ്ങനെ അവർ പോകുന്നു. ക്യാപ്റ്റനാണെങ്കിൽ കാലി പിടിച്ചിങ്ങനെ നിൽക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങോട്ട് വരട്ടെ, ഞാൻ വച്ചിട്ടുണ്ടെന്നും പറഞ്ഞുകൊണ്ട്. അപ്പോൾ ശങ്കർദാസ് പറയുന്നുണ്ട്, വിട്ടേക്ക്, അവർക്കൊരു അത്യാവശ്യത്തിന് വേണ്ടി ചെയ്തതല്ലേ, പോട്ടെ. ശംഖു ഇതിനകത്തൊരു അഭിപ്രായം പറഞ്ഞു പോകരുത് കേട്ടല്ലോ. ശംഖുവിന് ഇവിടെ അഭിപ്രായം പറഞ്ഞ ആ ലൈസൻസും തന്നിട്ടില്ല, ഞാൻ ചെയ്തോളാം എന്ത് വേണമെന്നുള്ളത്. ഇങ്ങോട്ട് വരട്ടെ അവർ. ഇന്ന് ഞാൻ അവരെ മര്യാദ പഠിപ്പിക്കുന്നുണ്ട്, ഇവിടെ ജീവിക്കുമ്പോൾ എങ്ങനെയായിരിക്കണം, എൻ്റെ ഓർഡറിൽ എന്തൊക്കെ ചെയ്യണമെന്ന് ഞാൻ അവരെ പഠിപ്പിച്ച് കൊടുക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നു. അപ്പോഴത്തേക്ക് മല്ലികാമ്മ അങ്ങോട്ടേക്ക് വരിക കേട്ടോ ചെയ്യുന്നത്. മല്ലികാമ്മയെ കാണുന്ന ക്യാപ്റ്റനെ കലി അങ്ങോട്ട് ഇളവുകയാണ് ചെയ്യുന്നത്. കഴിഞ്ഞോ നിൻ്റെ ഇന്നത്തെ ജോലി, നീ ഇങ്ങോട്ട് വാ എന്നും പറഞ്ഞുകൊണ്ട് നല്ലത് പറയട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഉടനെ തന്നെ മല്ലികാമ്മ ജി മെംസാബ് എന്നും പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് ചെല്ലുക കേട്ടോ ചെയ്യുന്നത്. എന്നിട്ട് പറയുന്നുണ്ട്, എനിക്കൊരു അബദ്ധം പറ്റിപ്പോയതാ ക്യാപ്റ്റൻ, എന്നോട് ഈ പ്രാവശ്യത്തേക്കൊന്ന് ക്ഷമിക്കും, ഇനി ഞാൻ ഒരിക്കലും ഇങ്ങനെ ആവർത്തിക്കില്ല എന്ന് പറയാട്ടോ ചെയ്യുന്നത്. ഇനി ആവർത്തിച്ചാലുണ്ടല്ലോ നീ ഇവിടുന്ന് തെറിക്കും, നിന്നെ ഞാനിവിടെ വച്ചു പൊറപ്പിക്കത്തില്ല കേട്ടോടി. ഇവിടെ താമസിക്കുമ്പോൾ എൻ്റെ ഓർഡർലി ആയിട്ട് നിൽക്കുമ്പം നീ കുറേ കാര്യങ്ങളൊക്കെ പഠിച്ച് വേണം നിൽക്കാനായിട്ട്. ഇതൊന്നും എൻ്റെ കുഞ്ഞിനെ പഠിപ്പിക്കേണ്ട കാര്യമല്ല. ഈ എൻ്റെ കുഞ്ഞിനെ നീ എങ്ങനെയാടി നോക്കുക, ഇങ്ങനത്തെ ജോലിയൊക്കെ നീ ചെയ്യാൻ പോയ ആ ജോലി എന്തൊരു ജോലി എന്നൊക്കെ പറയുന്നു. അപ്പോൾ ഉടനെ മല്ലികാമ്മ പറയുന്നു, ഒരു ജോലിക്കും കുറവില്ല മാഡം എന്ന് പറയാട്ടോ ചെയ്യുന്നു, നീ എന്നെ പഠിപ്പിക്കാൻ കൂടെ വരണ്ടെന്ന് പറയുന്നു. അവർ പറഞ്ഞല്ലോ അവർക്കൊരു അബദ്ധം പറ്റിയതാണ്, നീ ഒന്ന് ക്ഷമിക്ക് രേണുന്ന് ശങ്കർദാസ് പറയും. നിങ്ങൾ ഇതിനകത്ത് അഭിപ്രായം പറയേണ്ട ശംഖു, നിങ്ങൾക്ക് ഇവിടെ പറയാനായിട്ട് ഒരു ലൈസൻസും ഇല്ല. ഞാനും അവരും തമ്മിലാണ് ഇവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. സ്ത്രീകൾ സംസാരിക്കുമ്പോഴേ ശംഖു കയറി അഭിപ്രായം പറയണ്ടെന്ന് പറയാട്ടോ ചെയ്യുന്നത്. പിന്നീട് പറയുന്നുണ്ട് കേട്ടോ ക്യാപ്റ്റൻ കൈ നീട്ടിക്കൊണ്ട്, ഇനി നീ ഇമാതിരി ജോലികൾ ചെയ്താൽ എന്തെങ്കിലും പണി ഒപ്പിച്ച ഈ കൈ ഉണ്ടല്ലോ നിൻ്റെ കരണത്ത് പതിയും. നിന്നെ അടിക്കാൻ എനിക്ക് അടിച്ച് ഇവിടുന്ന് പുറത്താക്കാൻ എനിക്ക് അറിയാൻ പാടില്ലെന്നിട്ടല്ല, നീ പോയി കഴിഞ്ഞാൽ വരാൻ പോകുന്നത് നിന്നെക്കാട്ടിലും മോശം പിടിച്ച ഏതെങ്കിലും സ്ത്രീ ആണെങ്കിലോ എൻ്റെ ചിത്തിരയെ നോക്കുന്നതിന് വേണ്ടിയിട്ട്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ നിന്നെ വെറുതെ വിടുന്നത്. ഇല്ല എന്നുണ്ടെങ്കിൽ നിന്നെ ഞാൻ ഇപ്പം തന്നെ ഇവിടുന്ന് അടിച്ച് ഓടിച്ചേനെന്ന് പറയാട്ടോ ചെയ്യുന്നത്. അവൾ പറയുന്ന കണ്ടില്ല അവിടെ ജോലിയുടെ മഹത്വത്തെ പറ്റിയിട്ട്. ഇനി മേല നീ ഇത് ആവർത്തിക്കരുത്, മനസ്സിലായല്ലോ. ഇവിടെ കഴിയുമ്പം ചില ചിട്ടവട്ടങ്ങളുണ്ട്, അതനുസരിച്ച് വേണം കഴിയാനായിട്ട്. ഒരു ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വേറൊരു ജോലി ചെയ്യാൻ പാടില്ലെന്ന് നിനക്ക് അറിഞ്ഞുകൂടേടി എന്ന് ചോദിക്കുക, മനസ്സിലായോ നിനക്ക് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഉടനെ തന്നെ മല്ലികാമ്മ കരയാട്ടോ ചെയ്യുന്നത്. എന്താടി ഒന്നും മിണ്ടാത്തതെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ ക്യാപ്റ്റൻ. മനസ്സിലായി എന്ന് കരഞ്ഞുകൊണ്ട് മല്ലികാമ്മ പറയാട്ടോ ചെയ്ത്. ചിത്തിരയ്ക്ക് നല്ല വിഷമം വരുന്നുണ്ട്, താൻ കാരണമാണല്ലോ മല്ലികാമ്മയ്ക്ക് ഈ സങ്കടമൊക്കെ സഹിക്കേണ്ടി വരുന്നതെന്ന് ഓർത്തിട്ട്. അനാവശ്യമായിരുന്നു ചിത്തിരയുടെ ആ ഒരു 10,000 രൂപയുടെ പെട്ടെന്ന് സാധിച്ചു കൊടുക്കാൻ. തൻ്റെ കയ്യിൽ പൈസ ഇല്ലെങ്കിൽ അത് ചെയ്യാനായിട്ട് പോകരുത്, പൈസ ഉണ്ടെങ്കിൽ എന്ത് വേണമെങ്കിലും ചെയ്യാം, ആ ഒരു ആറ്റിറ്റ്യൂഡ് വേണം എടുക്കാനായിട്ട്. പക്ഷെ ചെയ്തത് ശരിയായില്ല. അതുകൊണ്ട് തന്നെയാണ് മല്ലികാമ്മയ്ക്ക് ഇപ്പോൾ ഈ ഒരു സങ്കടം അനുഭവിക്കേണ്ടതായിട്ട് വന്നത്. ക്യാപ്റ്റൻ അങ്ങനെ പൊട്ടിത്തെറിച്ചിട്ട് അകത്തേക്ക് കയറി പോകുന്നു. അടിക്കുമെന്നും കാരണം പൊട്ടിക്കുമെന്നൊക്കെ പറഞ്ഞത് മല്ലികാമ്മയെ നോവിക്കുന്നുണ്ട് കേട്ടോ. പിന്നീട് ചിത്തിര മല്ലികാമ്മയോട് പറയണ, അച്ഛമ്മേ വിഷമിക്കേണ്ട, ഞാൻ കാരണമല്ലേ എല്ലാം സംഭവിച്ചത്, ഇനി അച്ഛമ്മ ഇങ്ങനത്തെ ജോലി ഒന്നും ചെയ്യാനായിട്ട് പോകരുത് കേട്ടല്ലോ എന്ന് കരഞ്ഞുകൊണ്ട് പറയാട്ടോ ചെയ്യുന്നത്. മക്കൾ വിഷമിക്കേണ്ട മക്കളെ, നമ്മൾ ആ 10,000 രൂപ കൊടുത്തതുകൊണ്ട് ഒരു ജീവിതമല്ലേ രക്ഷപ്പെട്ടത്. ആ കുട്ടിയുടെ പ്രാർത്ഥന എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാവും, നമുക്ക് അതെങ്കിലും ചെയ്യാനായിട്ട് സാധിച്ചില്ലേ. ഇപ്പോൾ എന്താ ക്യാപ്റ്റൻ്റെ കയ്യിൽ നിന്ന് കുറച്ച് വഴക്ക് കേൾക്കേണ്ടി വന്നു, അത്രയല്ലേ ഉള്ളൂ. പക്ഷേ ഒരു കുഞ്ഞിന് ജീവിതം കൊടുത്തത് ഓർക്കുമ്പോൾ നമുക്കതോർത്ത് സമാധാനിക്കാമെന്ന് പറയാട്ടോ ചെയ്യുന്നത്. ഇനി അച്ഛമ്മ ഇങ്ങനെയൊന്നും ചെയ്യരുത്, ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ക്യാപ്റ്റൻ ഇവിടുന്ന് അച്ഛമ്മ പറഞ്ഞു വിടും എന്ന് പറയുമ്പോൾ അതെനിക്ക് അറിഞ്ഞുകൂടെ. ഇനി ഞാൻ ഇങ്ങനത്തെ എടുത്തുചാട്ടം
തെമ്മാടിത്തങ്ങളൊന്നും ചെയ്യാതെ നോക്കിക്കൊള്ളാമെന്നും എൻ്റെ ഭാഗത്തുനിന്നും ഇനി ഒരു മിസ്റ്റേക്കും ഉണ്ടാവത്തില്ല എന്നും അങ്ങനെ വല്ലതും ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവരെന്നെ തെറുപ്പിക്കുമല്ലോ ക്യാപ്റ്റൻ എന്നും പറഞ്ഞുകൊണ്ട് മുഖം ഇങ്ങനെ കാണിക്കുക കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഉടനെ തന്നെ മല്ലികാമ്മ പറയുന്നുണ്ട്, എന്തായാലും നമുക്ക് ഇതങ്ങ് വിട്ടേക്കാം എന്നിങ്ങനെ പറയുന്നു. പിന്നീട് ഇവിടെ ഹരിയാണെങ്കിൽ രാഗിണി ഇല്ലാത്ത സമയം നോക്കിയിട്ട് മഹേഷിൻ്റെ അടുക്ക വന്നിട്ട് പറയുന്നുണ്ട്, ആ ചിത്തിര ഇല്ലേ, എന്താ വെച്ചാൽ ഇങ്ങനത്തെ സ്വഭാവമൊക്കെ ഒരു കുട്ടിക്കുണ്ടല്ലോ 10,000 രൂപ കൊടുത്തു ചിത്തിര എന്ന് പറയട്ടെ ചെയ്യുന്നത്. ഇത് കേൾക്കുന്ന മഹേഷിനൊരു കൂസലുമില്ല. എന്താ അച്ഛ ഇങ്ങനെ ചിത്തിര ചെയ്യുന്നത്, ചിത്തിരയ്ക്ക് ഈ പ്രായത്തിൽ ഇങ്ങനെ ചെയ്യാനൊക്കെ എങ്ങനെയാണ് തോന്നുന്നത്, ഞാനാണെങ്കിൽ ചെയ്യില്ല എന്ന് പറയട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഉടനെ തന്നെ മഹേഷ് പറയുന്നുണ്ട്, ചിത്തിരയുടെ വളർന്നു വന്ന സാഹചര്യം അങ്ങനെയാണ്, ചിത്തിരയുണ്ടല്ലോ മുൻ മുഖ്യമന്ത്രി അഞ്ജനയുടെ മകളാണ്, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ, പിന്നെ വളർത്തിയത് മല്ലികാമ്മയാണല്ലോ എന്നും പറയുന്നു. ഇത് കേട്ടോണ്ട് രാഗിണി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ആരെയാ ഇവിടെ പുകഴ്ത്തി പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് ചോദിക്കുന്നു. ചിത്തിരയാണ് എന്നിങ്ങനെ പറയാട്ടോ ചെയ്യുന്നത് ഹരി. അയ്യോ, ചിത്തിരയെ പുകഴ്ത്തുന്നു, നാണം ഉണ്ടോ നിനക്ക്, ഇപ്പം നിനക്ക് ചിത്തിരയുടെ കൂടെയല്ലേ കറക്കം എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. എന്താ കറങ്ങിയാലെന്ന് മഹേഷ് ചോദിക്കുന്നു. എന്താ കറങ്ങിയാലെന്നോ, ചിത്തിരയുടെ പുറകെ ആരൊക്കെയാണ് നടക്കുന്നതെന്ന് അറിയാമല്ലോ, വമ്പന്മാരാണ് നടക്കുന്നത്. ഇവൻ അവളുടെ കൂടെ ഒരു ദിവസം നടന്നു പോകുന്നു എന്ന് വിചാരിക്കുക, പ്രതിഭയുടെ ആൾക്കാർ അങ്ങോട്ടേക്ക് വരുന്നു. അപ്പോൾ അടി കിട്ടുമ്പോൾ ആർക്കും കൂടെ കിട്ടും, ഇവനും കൂടെ കിട്ടത്തില്ലേ, അപ്പോൾ ആർക്കാ തട്ടുകേട് ഉണ്ടാവാൻ പോകുന്നത്, ഇവനാണ് തട്ടുകേട് ഉണ്ടാവാൻ പോകുന്നത്. അപ്പം ഹരിയെ നോക്കിക്കൊണ്ട് കേട്ടോ പറയുന്നത് ഇതല്ല, അതുകൊണ്ട് നീ മര്യാദയ്ക്കൊക്കെ നടക്കുക, നിനക്ക് കൂട്ടുകൂടാൻ പറ്റിയ ആളൊന്നുമല്ല ചിത്തിര, ആ ചിത്തിരയുടെ കൂടെ നീ നടന്ന് വല്ല കുഴപ്പത്തിലും പോയി ചാടരുത്, അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ എന്ന് രാഗിണി പറയട്ടോ ചെയ്യുന്നത്. നിനക്ക് മനസ്സിലാവുന്നുണ്ടോ ഈ പറയുന്നതെന്ന് ചോദിക്കും. ഇല്ല എന്ന് ഹരി പറയട്ടോ ചെയ്യുന്നത്. അതേടാ, നിനക്കൊന്നും മനസ്സിലാവത്തില്ല, നീ നിൻ്റെ അച്ഛനും ഉണ്ടല്ലോ ഒരേ അച്ചിൽ വാർത്തവരാണ്, 2 പേർക്ക് ഒന്നും മനസ്സിലാവത്തില്ല. അവിടെ ചിത്തിര പുരാണം പറയുന്നു, നീ ഒരു കാര്യം ചെയ്ത് ചിത്തിരയുടെ ഫോട്ടോയും കൂടെ നാളെ എടുത്തോണ്ട് വാ, എന്നിട്ട് മാല ഇട്ട് വെച്ച് ഇവിടെ പൂജിക്കുക, നിൻ്റെ അച്ഛനോട് പറ മല്ലികയുടെ ഫോട്ടോയും പൂജിക്കാനായിട്ട്, ഒരാൾക്ക് ചിത്തിര ഒരാൾക്ക് മല്ലിക, നിങ്ങളോടൊക്കെ പറയുന്നത് എന്നെ വേണം പറയാനായിട്ട്, വേറെ പറഞ്ഞിട്ടൊന്നും പ്രത്യേകിച്ച് കാര്യമില്ലല്ലോ എന്നിങ്ങനെ പറയട്ടെ ചെയ്യുന്നത്. 2 പേരുടെയും തലയിലേക്ക് ഒന്നും കയറത്തില്ല, ഞാൻ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് കൊള്ളാം, കേട്ടല്ലോ പറഞ്ഞതെന്ന് പറയട്ടോ ചെയ്യുന്നത്. അപ്പോൾ എന്നെ ഹരി പറയുന്നുണ്ട്, എനിക്കിതൊന്നും മനസ്സിലാവുന്നില്ല, ചിത്തിര അത്ര മോശം കുട്ടിയൊന്നും അല്ല എന്ന് പറയട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഉടനെ തന്നെ മഹേഷ് ചിരിക്കുകട്ടോ ചെയ്യുന്നത്. അതെ, മോശം കുട്ടിയൊന്നും അല്ല, ഇവിടെ ഏറ്റവും മോശം ഞാനേ ഉള്ളൂ, ഇങ്ങനെയാണെന്നുണ്ടെങ്കിലേ 2 എണ്ണത്തിനെ ഉപേക്ഷിച്ച് ഞാൻ ഇവിടുന്ന് ഇറങ്ങിപ്പോകുമെന്ന് പറയും. അപ്പോൾ ഹരിയോട് ചിരിച്ചോണ്ട് മഹേഷ് പറയട്ടോ ചെയ്യുന്നത്, ചുമ്മാതാ ഇവളിങ്ങനെയൊക്കെ പലതും പറയുമെന്ന് പറയും, നീ മോൻ ചിത്തിരയുടെ കൂടെ തന്നെ കൂട്ടുകൂടിയാൽ മതി, നിനക്ക് കിട്ടാവുന്ന ഏറ്റവും നല്ല കൂട്ടുകാരിയാണ് ചിത്തിര എന്ന് പറയാട്ടോ ചെയ്യുന്നത്. പിന്നീട് ചിത്തിരയാണെങ്കിൽ ക്യാപ്റ്റൻ്റെ അടുക്കൽ ചെന്നിട്ട് പറയുന്നുണ്ട്, ടീച്ചർ ഒരു അസൈൻമെൻറ്റ് തന്നിരുന്നു എന്ന് പറയുന്നു. എന്ത് അസൈൻമെൻ്റ് എന്ന് ക്യാപ്റ്റൻ ചോദിക്കുന്നു. കൃഷിയെക്കുറിച്ചൊരു അസൈൻമെൻ്റ് ആണെന്ന് പറയാട്ടോ ചെയ്യുന്നത്. പാടം സന്ദർശിച്ച് അതിനെപ്പറ്റി അസൈൻമെൻറ്റ് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നതെന്ന് പറയാട്ടോ ചെയ്യുന്നത്. അപ്പോൾ ശങ്കർദാസ് വന്നിട്ടുണ്ട്, ഇപ്പോൾ സ്കൂളുകളൊക്കെ അങ്ങ് പുരോഗമിച്ചല്ലോ, അസൈൻമെൻ്റൊക്കെ കൊടുക്കുന്നത് കണ്ടില്ലേ രേണു, കൃഷിയെക്കുറിച്ച് നന്നായിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എന്ത് നന്നായിട്ടുണ്ടെന്ന്, കൃഷിയെക്കുറിച്ച് അസൈൻമെൻറ്റ് എഴുതാൻ ഈ പാടം സന്ദർശിക്കണം പോലും, പാടത്തൊക്കെ പോയാൽ എൻ്റെ കുഞ്ഞിന് വല്ല അസുഖവും വരത്തില്ലേ, അവിടുത്തെ ചെളിയിലൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ എന്തൊക്കെ രോഗങ്ങൾ വരും, വല്ല മിലിറ്ററി ക്യാമ്പ് സന്ദർശിക്കാൻ പറഞ്ഞിരുന്നെങ്കിൽ നന്നായിരുന്നേനെ, എങ്കിൽ പിന്നെ അതൊരു അന്തസ്സായിരുന്നേനെ എന്ന് പറയാട്ടോ ചെയ്യുന്നത്. ഇവിടെ നിന്ന് ആരും പാടമൊന്നും സന്ദർശിക്കാനായിട്ട് പോവുകയും വേണ്ട, അസൈൻമെൻറ്റ് അങ്ങനെ തയ്യാറാക്കുകയും വേണ്ട എന്ന് പറയാട്ടോ ചെയ്യുന്നത്. അപ്പോൾ ചിത്തിര ചോദിക്കുന്നുണ്ട്, അങ്ങനെ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ടീച്ചർ വഴക്ക് പറയും, ടീച്ചറെ ഞാൻ വിളിച്ച് പറഞ്ഞോളാം എന്നൊക്കെ ക്യാപ്റ്റൻ പറയുന്നു. അപ്പോൾ മല്ലികാമ്മ വന്നിട്ട് പറയുന്നു, വെടിക്കോപ്പുകൾ കൊണ്ടൊന്നും നമുക്ക് ഭക്ഷണം കഴിക്കാനായിട്ട് സാധിക്കത്തില്ലല്ലോ, വിശക്കുമ്പോൾ ഭക്ഷണം തന്നെ കഴിക്കണമല്ലോ, അതിന് കൃഷി വേണ്ടേ മാഡം എന്ന് ചോദിക്കാട്ടോ ചെയ്യുന്നത്. അയ്യോ, ഇവിടെ കൃഷി ചെയ്ത് ആഹാരം ഉൽപ്പാദിപ്പിക്കാൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ കൃഷി ചെയ്യുന്നിടത്തു നിന്ന് കൊണ്ടുവരണം, ഇതിപ്പോൾ ഗ്ലോബൽ വില്ലേജ് അല്ലേ എന്നിങ്ങനെ ക്യാപ്റ്റൻ പറയാട്ടോ ചെയ്യുന്നത്. ഇതിനെപ്പറ്റിയൊന്നും നിങ്ങൾക്ക് അറിഞ്ഞുകൂടാത്ത നിങ്ങളോടൊക്കെ ഞാൻ എന്ത് പറയാനാണെന്ന് പറയാട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഉടനെ തന്നെ മല്ലികാമ്മ പറയുന്നുണ്ട്, എവിടെയെങ്കിലും കൃഷി ചെയ്യണമല്ലോ, ആരെങ്കിലും നടത്തണമല്ലോ, അപ്പോൾ കൃഷിയെ കുറച്ച് കാണുന്നത് ശരിയല്ലല്ലോ എന്ന് പറയുന്നു. എൻ്റെ തീരുമാനം ഞാൻ പറഞ്ഞു കഴിഞ്ഞു, എനിക്ക് നിങ്ങളോടൊന്നും സംസാരിക്കാൻ താല്പര്യമില്ല, ഇവിടെ ആരും പാടം കാണാനൊന്നും പോകുന്നില്ല എന്ന് പറയുന്നു. അപ്പോൾ ഉടനെ ശങ്കർദാസ് പറയുന്നുണ്ട് കേട്ടോ, എനിക്ക് മോളെ നിന്നെ പാടം കാണിക്കാൻ കൊണ്ടുപോകണമെന്ന്, പക്ഷേ ക്യാപ്റ്റൻ അറിഞ്ഞാൽ വലിയ പ്രശ്നമാകും, അതുകൊണ്ടാണ് ഞാൻ കൊണ്ടുപോകാത്തതെന്ന് പറഞ്ഞിട്ട് ശംഖു അങ്ങ് പോവുകട്ടോ ചെയ്യുന്നത്. പിന്നീട് മല്ലികാമ്മ നൈസായിട്ട് പറയുന്നുണ്ട്, നിനക്ക് പാടം കാണാൻ പോകണമെന്ന് ചോദിക്കുന്നു. എങ്ങനെ നടക്കുമെന്ന് ചിത്ര ചോദിക്കുന്നു. അതൊക്കെ ഞാൻ നടത്തിത്തരാം, എന്നാൽ പിന്നെ റെഡി ആയിക്കോ, നാളെ സ്കൂളിലേക്ക് പോകുന്ന വഴി നമ്മൾ പോകുന്നു, പാടം കാണാൻ വേണ്ടി ഞാൻ കൊണ്ടുപോകുമെന്ന് പറഞ്ഞു. അയ്യോ, ക്യാപ്റ്റൻ അറിയില്ലെന്ന് ചിത്തിര ചോദിക്കുമ്പോൾ ആരും അറിയാനായിട്ട് പോകുന്നില്ല എന്നും ക്യാപ്റ്റനെ പറ്റിച്ച് നമുക്ക് പോകാമെന്നും പറയാട്ടോ ചെയ്യുന്നത്. നാളെ റെഡിയായി ഇരുന്നാൽ മതിയെന്ന്, ഞാൻ വഴിയിൽ വന്ന് നിൽക്കാമെന്നും പറയാട്ടോ ചെയ്യുന്നത് മല്ലികാമ്മ. അപ്പോൾ ഉടനെ തന്നെ ചിത്തിര പറയുന്നുണ്ട്, എനിക്ക് പാടം കാണണമെന്നുണ്ട് അച്ഛമ്മേ, അതാ ഞാൻ പറഞ്ഞത് നമുക്ക് നാളെ പോകാമെന്ന്. അങ്ങനെ ചിത്തിര പോകുന്ന വഴിക്ക് ഡ്രൈവറിനോട് പറയുന്നുണ്ട്, ഞാൻ പാടം കാണാനായിട്ട് പോവുകയാണെന്നും എന്നെ അവിടെ നിർത്തിയേക്കണമെന്നും പറയുന്നു. ഈ ഒറ്റ
ഒറ്റയ്ക്കാണോ എന്ന് ചോദിക്കുമ്പോൾ അല്ല ആയുണ്ട് എൻ്റെ കൂടെ എന്ന് പറഞ്ഞു. ആയുണ്ടോ കൂടെ? ദേ അവരവിടെ വന്ന് നിൽപ്പുണ്ടല്ലോ, എങ്കിൽ പിന്നെ എനിക്ക് പേടിയൊന്നുമില്ല, ഞാൻ ക്യാപ്റ്റനോടൊന്നും പറഞ്ഞു കൊടുക്കത്തില്ല, ധൈര്യമായിട്ട് ഇരുന്നോളൂ എന്ന് പറയട്ടോ ചെയ്യുന്നത്. അപ്പോൾ അവർ ചിത്തിരയ്ക്ക് വലിയ സന്തോഷമാവുന്നുണ്ട് കേട്ടോ. അല്ലേലും ആയുള്ളപ്പോൾ പിന്നെ എന്തിനാ പേടിക്കുന്നത്, അതിൻ്റെ ആവശ്യമില്ലല്ലോ എന്ന് ചോദിക്കുന്നു. നാളെ അല്ല വൈകുന്നേരവും ഞാൻ ഇവിടെ തന്നെ വന്ന് നിന്നാൽ മതിയോ, വിളിച്ചുകൊണ്ട് പോകാൻ, അതോ സ്കൂളിലേക്ക് വരണമോ എന്ന് ചോദിക്കുക കേട്ടോ ചെയ്യുന്നത് ചിത്തിരയോട്. വേണ്ട, ഇവിടെ തന്നെ നിന്നാൽ മതി എന്ന് ചിത്തിര പറയുന്നു. അങ്ങനെ മല്ലികാമ്മയും ഹരിയും ഉണ്ട് കേട്ടോ ഒപ്പം. അമ്മ അങ്ങനെ ചിത്തിര പുറത്തേക്ക് ഇറങ്ങുന്നു. ഹരി ഉണ്ടോ കൂടെയും ചോദിക്കുന്നു. പാഠം കാണാൻ പോവില്ലേ, അവനും കൂടി ഇരിക്കട്ടെ എന്ന് ഞാൻ കരുതിയെന്ന് മല്ലികാമ്മ പറയാട്ടോ ചെയ്യുന്നത്. അങ്ങനെ ഒരു 3 പേരും കൂടെ അങ്ങനെ പാഠം സന്ദർശനത്തിന് പോവാട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഉടനെ തന്നെ ചിത്ര ചോദിക്കുന്നതാണ്, ക്യാപ്റ്റൻ എങ്ങാനും അറിഞ്ഞാലോ, അറിയാതിരിക്കാൻ എന്തെങ്കിലും വഴി ചെയ്യേണ്ടതെന്ന് ചോദിക്കുന്നു. അവരെങ്ങനെ അറിയാനൊന്നും പോകുന്നില്ല എന്ന് പറയുന്നു. അല്ല ഇന്ന് ഞാൻ ലീവ് എടുത്തതിന് ഇനി സ്കൂളിൽ വല്ല പ്രശ്നമാവും, അതൊന്നും ഓർത്ത് നീ വിഷമിക്കേണ്ട, ഞാൻ സ്കൂളിൽ വരാമെന്നും ടീച്ചറിന് വന്ന് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിക്കൊള്ളാമെന്നും പറയുക കേട്ടോ ചെയ്യുന്നത്. പിന്നെ അച്ഛമ്മ ഇവിടെ പാഠം ഉണ്ടോ എന്ന് ചോദിക്കുന്നു അടുത്ത്. അപ്പോൾ ഞാനൊരു ഗംഭീര പാഠം കണ്ടുവച്ചിട്ടുണ്ടെന്ന് പറയാട്ടോ ചെയ്യുന്നത്. അങ്ങനെ ഒരു പാഠത്തിൻ്റെ അരികിലേക്ക് എത്തുന്നുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞ പാഠം എന്ന് പറയുന്നു. ഓ എന്ത് ഭംഗിയാ അച്ഛമ്മ ഇത് കാണാനായിട്ടെന്ന് ചിത്തിരയും ഹരിയും പറയാട്ടോ ചെയ്യുന്നത്. കുട്ടികളാവുമ്പോൾ ഇതൊക്കെ കണ്ടിരിക്കണം, ഈ മണ്ണിൽ നിന്ന് വേണം വളരാനായിട്ട്. ഇപ്പോൾ എന്താ നടന്നുകൊണ്ടിരിക്കുന്നത്, പാടത്തും അതുപോലെ കുളത്തിലോ കിണറിലോ ഒന്നും വെള്ളമില്ലാത്ത എന്തുകൊണ്ടാണ്, എല്ലായിടത്തും തറയിട്ട് വെള്ളം ഭൂമിക്കടിയിലേക്ക് പോകാനുള്ള സംവിധാനം അങ്ങ് ഇല്ലാതെയാക്കും. പിന്നെ എന്ത് ചെയ്യും, ഉള്ള മഴവെള്ളം എല്ലാം തന്നെ കാന വഴി പുഴകളിലേക്ക് അങ്ങ് ഒഴുക്കി വിടുകയല്ലേ ചെയ്യുന്നത്. എന്നിട്ട് പരാതിയും പറയും, കുളത്തിലും വെള്ളമില്ല, അതുപോലെ കിണറ്റിലും വെള്ളമില്ല എന്നൊക്കെ. നമ്മൾ എന്ത് ചെയ്യണം, പ്രകൃതിയെ സംരക്ഷിക്കണം, മഴവെള്ളം സംഭരിക്കുകയാണ് ചെയ്യേണ്ടത്. അത് പാടത്തും കുളത്തിലും അതുപോലെ കിണറ്റിലും ഒക്കെ നിറയണ്ടേ, അതിന് വേണ്ട കാര്യങ്ങളാണ് ചെയ്യേണ്ടതെന്നൊക്കെ മല്ലികാമ്മ പറയുന്നുണ്ട് കേട്ടോ. അപ്പം നിങ്ങളിവിടെ ഇറങ്ങുന്നുണ്ടോ എന്ന് മല്ലികാമ്മ ചോദിക്കുന്നു. പാടത്തിറങ്ങിയാൽ കൊള്ളാമെന്നുണ്ടെന്ന് പറയാട്ടോ ചെയ്യുന്നത്. ചിത്തിരി ഹരിയല്ല ഡ്രസ്സിലൊക്കെ അഴുക്കായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്യാപ്റ്റൻ കണ്ടുപിടിക്കില്ലെന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ കഴുകിയാൽ പോരെ അച്ഛമ്മേന്ന് പറയാട്ടോ ചെയ്യുന്നത്. കഴുകിയാൽ മതിയെങ്കിൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല, നിങ്ങളല്ലെങ്കിലും പാടത്തൊക്കെ ഇറങ്ങി കഴിയണമെന്ന് കളിച്ച് വളരണമെന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നതെന്നും പറയാട്ടോ ചെയ്യുന്നത്. അങ്ങനെ മല്ലികാമ്മയും അതുപോലെ ചിത്തിരിയും ഹരിയും കൂടെ ആ പാടത്തിൻ്റെ മനോഹാരിതയൊക്കെ ആസ്വദിക്കുന്നുണ്ട്. അല്ലെങ്കിലും പച്ചപ്പ് എപ്പോഴും ഭംഗി തരുന്നതാണെന്ന് മല്ലികാമ്മ പറയുന്നു. അങ്ങനെ അവരുടെ ബാഗൊക്കെ ഊരി കൊടുക്കുക കേട്ടോ ചെയ്യുന്നത് മല്ലികാമ്മയുടെ കയ്യിലേക്ക്. എന്നിട്ട് അവർ പാടത്തേക്ക് ഇറങ്ങാനുള്ള സജ്ജീകരണത്തിലാട്ടോ. അങ്ങനെ ഒരു പാടത്തേക്ക് ചാടി ഇറങ്ങുന്നു. ഹരിയുടെ കൈയും പിടിച്ച് ചിത്തിര അങ്ങനെ ചാടി തുള്ളി നടക്കുക കേട്ടോ ചെയ്യുന്നത് ആ പാടത്ത് മുഴുവനും. അങ്ങനെ ഒരു ഓടി കളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതൊരു ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും കിട്ടാത്തൊരു അനുഭവം തന്നെയാണ് അത്. അങ്ങനെ പാടത്തും തൊടിയിലുമൊക്കെ കളിച്ച് തന്നെ പിള്ളേർ വളരണം എന്നുള്ളതിനെ കാണിക്കുക കേട്ടോ ചെയ്യുന്നത്. അവരവിടെ എല്ലാം കളിച്ച് ചിരിച്ചൊക്കെ നടക്കുന്നു. അതിനുശേഷം മല്ലികാമ്മയോട് ചോദിക്കുന്നുണ്ട്, കൃഷി എങ്ങനെയാണ് അച്ഛമ്മ ചെയ്യുന്നത്, പടിപടിയായിട്ടൊന്ന് പറഞ്ഞു തരുമോയെന്ന് ചോദിക്കുന്നു. അപ്പം മല്ലികാമ്മ അവിടെ നിന്ന് പറയുന്നു, ആദ്യം നിലം ഒരുക്കണം, അതെല്ലാം ഉഴുതുമറിച്ച് കൃഷിക്ക് വേണ്ടി നിലത്തിനെ സജ്ജമാക്കി എടുക്കണം. അതിനുശേഷം മുന്തിയ ഇനം വിത്ത് നോക്കി അവിടെ വിതയ്ക്കണം. അത് കഴിഞ്ഞ് ഇത് കിളുത്ത് വരുമ്പോഴത്തേക്കും അതിൻ്റെ കൂടെ പാഴ്ചെടികൾ, അത് കളകളും ഉണ്ടാവുമെന്ന് പറയട്ടെ ചെയ്യുന്നത്. അപ്പോൾ ആ കളകളെല്ലാം പറിച്ചു മാറ്റണം, പിന്നീട് വളമിടണം, പിന്നീട് അത് നല്ലതുപോലെ വളർന്നു വരും, പിന്നെ നെല്ലുണ്ടാകും, പിന്നീട് ആ നെല്ലെല്ലാം തന്നെ നമ്മൾ കൊയ്തെടുത്ത് മെതിച്ച് അരിയാക്കും എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ ചിത്തിരയ്ക്കും അതുപോലെ ഹരിക്കും വളരെ സന്തോഷമാവും കേട്ടോ ചെയ്യുന്നത്.